തിയേറ്ററുകളിൽ പരാജയമായി തീർന്ന് പൃഥ്വിരാജ് ചിത്രം ഗോൾഡ് മനഃപൂർവ്വം ചിലർ ചേർന്ന് പൊട്ടിച്ചതാണെന്ന് സംവിധായകൻ അൽഫോൺസ് പുത്രൻ. സോഷ്യൽ മീഡിയയിൽ തന്റെ പോസ്റ്ററിന് ലഭിച്ച കമന്റിന് മറുപടി നൽകവെയാണ് അൽഫോൺസ് പുത്രൻ ഇക്കാര്യം ആരോപിക്കുന്നത്. പുട്ടിനെ പീര ഇടുന്നത് പോലെ ഗോൾഡ് അൽഫോൺസ് പുത്രൻ സിനിമയാണെന്ന് മാത്രമാണ് ആ മഹാൻ പറഞ്ഞതെന്നും ആ മഹാന്റെ കൂട്ടനും ചേർന്ന് തിയേറ്ററിൽ മനഃപൂർവ്വം കൂവിക്കുകയായിരുന്നുവെന്നാണ് അൽഫോൺസ് ആരോപിക്കുന്നത്. തൻ്റെ ആദ്യകാലത്ത് നിവിൻ പോളിക്കൊപ്പം ചേർന്ന് ചെയ്ത ഷോർട്ട് ഫിലിമിലെ ഒരു ചിത്രം ഇന്ന് അൽഫോൺസ് പുത്രൻ പങ്കുവച്ചിരുന്നു. ഈ ചിത്രം മുതൽ ബുദ്ധിജീവികളും റിവ്യൂമാരും പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഛായാഗ്രഹൻ ആനന്ദ് ചന്ദ്രനെ ടാഗ് ചെയ്തുകൊണ്ടാണ് അൽഫോൺസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ലഭിച്ച കമന്റിലൂടെ മറുപടിയിലാണ് അൽഫോൺസ് തൻ്റെ ചിത്രം ചിലർ ചേർന്ന് പൊട്ടിച്ചതാണെന്ന് ആരോപിക്കുന്നത്. ഒരു പടം പൊട്ടിയാൽ ഇത്രയും ഡിപ്രസ് ആവുന്നത് എന്തിനാണ് ബ്രോ? അങ്ങനെയാണെങ്കിൽ ലാലേട്ടനൊക്കെ ഇൻഡസ്ട്രിയിൽ കാണുമോ? ഒരു ഗോൾഡ് പോയാൽ 9 പ്രേമം വരും. ബി പോസിറ്റീവ് ആൻഡ് കം ബാക്ക് എന്നാണ് അൽഫോൺസിൻ്റെ പോസ്റ്റിനെ ഒരാൾ കമൻറ്റ് രേഖപ്പെടുത്തിയത്. ഇതിന് മറുപടി നൽകവെയാണ് സംവിധായകൻ്റെ ആരോപണം. ഒരു പടം പൊട്ടിച്ചതിലാണ് പ്രശ്നം, പൊട്ടിയതല്ല. റിലീസിന് മുൻപേ 40 കോടി കളക്ട് ചെയ്ത വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് ഫിലിമാണ് ഗോൾഡ്. സോ പടം ഫ്ലോപ്പല്ല, തിയേറ്ററിൽ ഫ്ലോപ്പാണ്. അതിന് കാരണം മോശം പബ്ലിസിറ്റിയും എന്നോട് കുറേ നുണകൾ പറഞ്ഞതും എന്നിൽ നിന്നും ആ എമൗണ്ട് മറച്ചു വെച്ചതും എന്നെ സഹായിക്കാത്തതുമാണ്. പുട്ടിന് പീരീഡും പോലെ ഒറ്റ വാക്കു മാത്രം പറഞ്ഞു, ഇതൊരു അൽഫോൺസ് പുത്രൻ സിനിമയാണ്. ഇതാണ് ആ മഹാൻ ആകെ മൊഴിഞ്ഞ വാക്ക്. ഈ സിനിമയിൽ ഞാൻ 7 ജോലികൾ ചെയ്തിരുന്നു. പ്രൊമോഷൻ ടൈമിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മിണ്ടും എന്ന് വിചാരിച്ചു. സോ ഗോൾഡ് ഫ്ലോപ്പായത് തിയേറ്ററിൽ മാത്രം. തിയേറ്ററിൽ നിന്നും പ്രേമത്തിൻ്റെ കാശ് പോലും കിട്ടാനുണ്ടെന്ന് അൻവറിക്ക പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിയേറ്റർ ഓപ്പൺ ചെയ്ത് ആൾക്കാരെ കൂവിച്ച മഹാനും മഹാൻ്റെ കൂട്ടരും ഒക്കെ പെടും, ഞാൻ പെടുത്തും, അൽഫോൺസ് പുത്രൻ മറുപടിയിൽ പറഞ്ഞു. നേരം, പ്രേമം എന്നീ സിനിമയ്ക്ക് ശേഷം അൽഫോൺസ് പുത്രൻ ഒരുക്കിയ ചിത്രമായിരുന്നു ഗോൾഡ്. പൃഥ്വിരാജാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറെ പ്രേക്ഷക പ്രീതിയുമായി എത്തിയ ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായി മാറുകയായിരുന്നു. കൂടാതെ ചിത്രം നിരവധി വിമർശനങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തു.